വന്നോ? എന്തോ ഈ നേഴ്സിങ്ങിന് പോകാനുള്ള തീരുമാനമൊക്കെ? വീട്ടുകാരൻ നേഴ്സിംഗിന് പറഞ്ഞാ പറയുന്നേ. അപ്പോഴേ ഞാൻ ന്യൂസ് കേട്ട ജർമ്മനിയിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് സ്റ്റൈപ്പൻഡോട് കൂടി 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡോട് കൂടി അല്ലേ? അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് തീരുമാനിക്കാന്ന്. വളരെ ജർമ്മനിൽ പോയി നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല, നല്ല കാര്യമാണ്. നമുക്ക് 85% മാർക്ക് എന്നല്ലേ പറഞ്ഞു? ഓക്കെ. അത് ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിന് എത്ര ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു? 90% മാർക്ക് ഉണ്ട്. ജർമ്മനി പോകുമ്പം ഈ ഏജൻസിക്കാർ പറഞ്ഞ B1 B2 ലെവൽ പാസ് ആവണമെന്ന് പറയുന്നുണ്ട്. B2 ലെവൽ പാസ്സായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒരു നല്ല ഓപ്ഷനാണ്. അവിടെ തന്നെ പഠിച്ച് നമുക്ക് ജോലി നേടാനുള്ള നല്ല ഓപ്ഷനാണ്. എങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഏജൻസിക്കോട് നമുക്ക് അഷുറൻസ് തരുന്നില്ല ഈ B1 ലെവൽ B2 ലെവൽ എത്ര നാളുകൊണ്ട് പാസ്സാണ്. 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും പാസ്സായവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും ഒരു ചെലവ്, ഈ പറയുന്ന ഇവിടുന്ന് വിസ പ്രോസസിങ് അവിടുത്തെ കാര്യങ്ങൾ ഒരു 3.5-4 ലക്ഷം രൂപ ചെലവാകും മിനിമം. പിന്നെ ഈ പറയുന്ന B1 B2 പാസ്സാകാൻ വേണ്ടിയിട്ടും ഒരു 2-3 ലക്ഷം രൂപ വേറെ ചെലവാകും. അപ്പോൾ 5-6 ലക്ഷം രൂപ എങ്ങനെയായാലും ഇതിന് ചെലവ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അവിടെ സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ അവർ ആ അക്കോമഡേഷന്റെ എമൗണ്ട് അതിൽ കുറച്ചേ തരും. 1 ലക്ഷം രൂപ അക്കോമഡേഷന്റെ എമൗണ്ട് കുറയും. അക്കോമഡേഷൻ തന്നെ ഏകദേശം 40,000 രൂപ 30,000 40,000 രൂപയ്ക്ക് എടുത്തു. പിന്നെ വരുന്ന ഒരു 50,000-60,000 രൂപയിൽ നിങ്ങളുടെ ഫുഡ്, ബാക്കിയുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് പോകും. പിന്നെ ഒരു 10,000-20,000 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ പറയുന്ന 20,000 രൂപ 30,000 രൂപ അതുകൊണ്ട് 40,000 രൂപ സേവ് ചെയ്തോട്ടെ. നിങ്ങൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 30,000 രൂപ സേവ് ചെയ്താൽ കൂടി നിങ്ങൾ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 1-2 വർഷം നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. എന്നിട്ട് പിന്നെ അവിടെ 3 വർഷം 4 വർഷം നിങ്ങൾ കോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ 6 വർഷം നിങ്ങൾക്ക് പോവാണ്. മറിച്ച് നമുക്ക് ഇവിടെ ആണെങ്കിൽ ഈ പറയുന്ന 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ അല്ല ചിലവ്. അതിൽ റിസ്ക് ആണ്. B1 ലെവലും B2 ലെവലും പാസ്സാണ്. നിങ്ങൾക്ക് 90% മാർക്കുള്ള ഈ പറയുന്ന ഇംഗ്ലീഷിന് മോള് പോയി IELTS എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5.5 6 മേളിൽ കിട്ടത്തില്ല. 6.5 റേഞ്ച് വരുന്ന അതിന് തുല്യമായിട്ടുള്ളതാണ് B2 ലെവലിൽ ജർമ്മൻ ഭാഷ. നമ്മൾ ജർമ്മൻ ഭാഷ ഇതുവരെ നമ്മൾ കണ്ടിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും കൂടി ഇല്ലാത്ത സാധനമാണ്. നമ്മൾ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ LKG തൊട്ട് നീ +2 വരെ പഠിച്ചിട്ടുള്ള സാധനത്തിന് നിനക്ക് 90% മാർക്ക് ഉണ്ടായിട്ടും 5.5 IELTS നമുക്ക് സ്കോർ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ ഈ 2 വർഷം കൊണ്ട്, നമ്മൾ 12 വർഷമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിട്ട് പറ്റാത്ത സാധനം എങ്ങനെ 2 വർഷം കൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്? പഠിച്ച് പോകുന്ന കുട്ടികളുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 94% കുട്ടികളും അല്ലെ 94 കുട്ടികൾക്കും അല്ലെങ്കിൽ 90 കുട്ടികൾക്കും ഫസ്റ്റ് ലെവലൊന്നും ഇത് പാസ്സാവാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഇത് സിസ്റ്റം മൊത്തം മാറും. നിങ്ങൾക്ക് പിന്നെ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അപ്പം ഏറ്റവും ബെറ്റർ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മോള ഇത് എടുക്കുക. അല്ലെങ്കിൽ ഉറപ്പായും നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്നുണ്ടത്. ലാംഗ്വേജ് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളത് നോക്കുക. ഒരു ജസ്റ്റ് ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഇങ്ങനൊരു ഇതുകൊണ്ട് 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡ് കിട്ടുന്നൊക്കെ മോഹിപ്പിച്ചിട്ടാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇത്രയും രൂപ ചെലവാകുന്നുള്ള കാര്യം അവർ ആദ്യമേ പറയത്തില്ല. നിങ്ങൾക്ക് ഓരോ എക്സാം എഴുതാൻ പോകുമ്പോൾ ഡൽഹി, മുംബൈ, പൂനെ, ഗോവ അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റിലും വെച്ചിട്ട് അവർക്ക് സ്ലോട്ട് ഇടും. ഈ B2 ലെവൽ പാസ്സാവുന്ന വരെ നമ്മൾ ഇത്രയും സ്ഥലത്ത് പോയി നമ്മൾ എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ എക്സാം ഫീസ് അടയ്ക്കണം, ഈ ട്രാവലിംഗ് എക്സ്പെൻസ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പറ്റുമെങ്കിൽ മാത്രം നമ്മൾ പോവുക. ഇല്ലെങ്കിൽ വളരെ ഇതായിട്ട്, കാരണം ഈ പറയുന്ന പൈസ നമുക്ക് 4 വർഷം കൊണ്ട് ഇവിടെ ചിലവാകത്തുള്ളൂ. IELTS എഴുതിയാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ജോലി ചെയ്യാം. IELTS എഴുതി ഈ പറഞ്ഞ BSc നാട്ടിൽ പഠിച്ചിട്ട് IELTS എഴുതിയാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ജോലി ചെയ്യാം. ജർമ്മനി പോയി പഠിച്ച ജർമ്മൻ ലാംഗ്വേജും ജർമ്മനി മാത്രമേ ജോലികളുള്ളൂ. സോ മോളെ ഇതാണ് വീട്ടുകാരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി പറ്റുമെങ്കിൽ വീട്ടുകാരെ കൊണ്ടുപോയി ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുന്നത് മോശമൊന്നുമല്ല പറയുന്നത്. പക്ഷെ ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാവണമെന്നുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ?